അല്ല ഇതിപ്പോ കൊറേ നേരം ആയല്ലോ. എന്തെങ്കിലും ഒന്ന് പറ. ഇനി മിണ്ടി തുടങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 സ്റ്റാർട്ട്. എന്നാലും ചങ്ങായി ഒരെന്നാലും ഇല്ല ചങ്ങായി. നീ പക്ഷെ അച്ഛൻ മരിച്ച പോലെ തന്നെ അറിയിച്ചില്ല. അതിപ്പോ നിന്നെ വിളിച്ച നീ ഇവിടെ വന്ന് കയറി കിടക്കൂലേ? ഈ അവസ്ഥയിൽ നിന്റെ ചെലവ് താങ്ങാൻ പറ്റാത്തോണ്ടാണ്. അപ്പൊ ഇത്രയുള്ളല്ലേ രണ്ടും. ഇവന്റെ വാശി കണ്ടപ്പോ ഞാൻ വിചാരിച്ചേ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഇനി മിണ്ടില്ലാന്ന്. അല്ല താൻ എന്ത് പറഞ്ഞിട്ട് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാൻ ഭയങ്കര ചീപ്പാവാണെന്ന് നീ വിചാരിക്കരുത്. എന്റെ കമ്പനിയിൽ എന്തോ ഒരു കോഫി റൈറ്റർ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവൾക്ക് പറ്റിയൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെയും. അളിയാ ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇവള് നിന്നെ പറ്റിച്ചതാ. എടി ദുഷ്ടേ, നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നില്ല ഒരാളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ കള്ളം പറയാൻ? എടി മാക്രി മൂക്കി ഇടിച്ചിട്ട് മൂക്കാൻ പറഞ്ഞു പറയും. ഇങ്ങോട്ട് വാടാ നീ എന്റെ മൂക്ക് വരത്താനായിട്ട്. എന്റെ പൊന്നു നിശാന്ത, ഞാൻ പിന്നെ ഇവനെ വേറെ എന്ത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനാ? നല്ല സാധനം. അത് കുഴപ്പമില്ലല്ലേ. എന്തായാലും നന്നായി. കമ്പനിയുടെ കൊച്ചി ഓഫീസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനാണ് ആദ്യത്തെ റിക്രൂട്ട്. ദീപു നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കണം. പേടിച്ചിട്ട് ചോദിക്കാതിരുന്ന. പക്ഷേ പഴയ പോലല്ല, ഞാനിപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആണ്. ആയിക്കോട്ടെ. പിന്നെ തൻ്റെ റെസ്യൂം എനിക്കൊന്ന് മെയിൽ ചെയ്തേക്ക്. ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് വേണ്ട എല്ലാ കഴിവും തനിക്കുണ്ട്. നല്ലൊരു പ്രൊഫൈൽ തനിക്ക് ഞാൻ എൻ്റെ കമ്പനിയിൽ തരാം. സത്യാണോ? പിന്നില്ലാതെ. എന്നാ താൻ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. തൻ്റെ കമ്പനിയിൽ നിന്ന് ആദ്യം തന്നെ പുറത്താക്കും. നീ വീട്ടിക്ക് ഞെല്ല വരുന്നു. ശരിയാക്കി തരാട്ടോ. ഫോണെടു. അയ്യോ, ഞാൻ പുതിയ ജോലി അന്വേഷിക്കണമെന്ന് അറിഞ്ഞ് വിളിക്കുന്നതായിരിക്കും. ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞു. ഹലോ. ഓക്കെ ഓക്കെ സർ ആണോ? ശരി, ഓക്കെ വരാം. കട്ടെ എന്നെ പിടിച്ചോണ്ടവനാണോ? എടാ MD ഇല്ലേ, ഒരു ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് നമ്മളോട് രണ്ടാളോട് അങ്ങോട്ട് ചെല്ലാൻ. മഹാത്ഭുതാണല്ലോ. അതെ, എനിക്കതല്ല. നമ്മൾ രണ്ടാളും ഒരുമിച്ച് റിസൈൻ ചെയ്യാന്ന് പറഞ്ഞാലേ ആ മനുഷ്യൻ തകർന്നു പോകൂടാ. പിന്നെ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് എങ്ങനെ നമ്മള് നോന്ന് പറയാ അല്ലേ? താനാള് കൊള്ളാലോ. ഒന്നുമില്ല. കഴിഞ്ഞ സീനിലെ കുറച്ച് അഡീഷണൽ ഡയലോഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് എഴുതി ചേർത്തതാ. അതെ, റൂമിൽ പോകണ്ടേ? ചെന്നിട്ട് കുറെ പണിയുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിനക്ക് നല്ലൊരു പണി വരുന്നുണ്ട്. എന്താണ്? നീ ആ റിപ്പോർട്ട് വന്നപ്പോ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. എന്താ? എടാ അയാൾ ഉഡായിപ്പാണ്. അതിനയാൾ എന്റെ ഇന്റർവ്യൂ ഒന്നും എടുത്തതല്ല. വേണ്ട, അയാളെ നിന്റെ തുളത്ത് കയറ്റുന്നപ്പോ എന്തൊക്കെയോ സംസാരിക്കണ്ടായിരുന്നല്ലോ. അത് സെറ്റിലെ സാധാരണ കാര്യങ്ങളാ. പ്രമിത മാഡത്തിനെയും ജീവൻ സാറിനെ കുറിച്ച്. പ്രമിത മാഡത്തിനെ പറ്റി നീ എന്ത് പറഞ്ഞു? ഞാൻ നല്ല കാര്യങ്ങളാ പറഞ്ഞത്. മതി. എടാ നിനക്ക് അയാളെ അറിയാൻ പാടില്ല. പണ്ട് ഈ തെണ്ടി ഈ ശശീന്ദ്രൻ സാറിന്റെ സെറ്റില് വന്നിട്ട് എന്റെ തൊള്ളക്കായിട്ട് ഇതുപോലെ കുറെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഞാനും ഇതുപോലെ എന്റെ മണ്ഡലത്തിന് കുറെ കാര്യങ്ങൾ ഞാനും പറഞ്ഞു കൊടുത്തു. അടുത്ത ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും മാഗസിനിൽ ഒരു ന്യൂസ്, യുവ സഹസംവിധായകനും നായിക ലതികയും തമ്മിൽ പ്രണയത്തിൽ. അയ്യോ, എന്നിട്ട് എന്താകാൻ? ആദ്യം കേട്ടപ്പോ ഒരു സുഖമൊക്കെ തോന്നി. പക്ഷെ അതിനുശേഷം ലതി എന്നെ കണ്ട മിണ്ടേ ഇല്ല. ഒരു 2-3 പടവും പോയിട്ട്. ദൈവമേ, ആ നിഷാദ് അയാളോട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു പണിയട്ടെ, ഞാൻ പ്രമിതയോടും ജീവൻ സാറോടും പോയി കാര്യം പറയട്ടെ. വേണ്ട, എന്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോ നീ അങ്ങോട്ട് നാണം കടാൻ നിൽക്കണ്ട. പിന്നെന്ത് ചെയ്യും? നോക്കാം നമുക്ക്. അയാൾക്ക് ഇതിലും നല്ലൊരു വാർത്ത കിട്ടിയ ചിലപ്പോ നീ രക്ഷപ്പെടും. ഞാനൊരു പണിയട്ടെ, ഞാൻ അയാളോട് പോയി കാര്യം പറയട്ടെ. എടാ നീ എന്താ പൊട്ടനാണോ? ഇപ്പൊ നീ അങ്ങോട്ട് നിന്നിട്ട് അയാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ നിന്നാ പിന്നെ അയാളുടെ ഡിമാൻഡ് കാണണം. ദൈവമേ, ഇത് പണ്ടാരണ്ട പറഞ്ഞ പോലെ എന്തിന്റെ ഉള്ളിൽ കൊണ്ടേ കൈയിട്ട പോലത്തെ അവസ്ഥയല്ല. ഇത് ഏതാണ് ഈ മാഗസീൻ? ഇത് ഏതോ ഒരു മറ്റേ ഓൺലൈൻ മഞ്ഞപ്പത്രം. നല്ലൊരു പേരാണ് അതിന്റെ. PP മാഗസിൻ. നല്ല ബെസ്റ്റ് പേര്. നീ ടെൻഷൻ അടിക്കണ്ട. ഇതിനൊക്കെ ഒരൊറ്റ വഴിയുള്ളൂ. എന്താണ്? അനുഭവിക്കുക, അല്ല ഇഗ്നോർ ഇറ്റ്. ഓക്കെ? ദൈവമേ, എന്താ സംഭവം മനസ്സിലായോ? ചിലപ്പോ നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രൊമോഷൻ തരാനാണെങ്കിലോ? പ്രൊമോഷൻ ആവില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ വിളിക്കോ? ഞാൻ ന്യൂ ജോയിനി അല്ലേ. ഞങ്ങൾക്ക് പ്രൊമോഷൻ തരുന്നത് കാണാൻ തന്നെ വിളിച്ചായിരിക്കും. പോടാ, എനിക്ക് തോന്നുന്നതേ ഏതെങ്കിലും വർക്ക് തീർന്നതിന്റെ സെലിബ്രേഷൻ ആയിരിക്കുന്ന. ഇത് സംഭവം മറ്റതാണ്. എന്ത്? മറ്റത് മാനസാന്തരം. എന്താന്ന്? അതായത് നമ്മളൊക്കെ ഇത്രയും നാൾ ഇവിടെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ട് പുള്ളിക്ക് നമ്മളോടൊന്നും വേണ്ടും പോലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിന് കുറ്റബോധം.
നമ്മുടെ എംഡിക്ക് അതാണ് സംഭവം. പാവം കേട്ടോ. ഈ വൈകിയ വേളയിലാണ് പുള്ളിക്ക് ഒരു ട്രീറ്റ് ഒക്കെ തരാൻ തോന്നിയത്. എന്തായാലും നമുക്കിനി പാവത്തിനോട് ദേഷ്യമൊന്നും വെച്ചോണ്ടിരിക്കണ്ട. അതന്നെ പാവം. അതെ, നമ്മൾ പോണതിന് മുമ്പേ ഇതുപോലെ ഒരു ട്രീറ്റ് നമുക്ക് ആൾക്കും കൊടുക്കാട്ടാ. നല്ല ഐഡിയ. പക്ഷെ അതിന്റെ കാശ് നീ കൊടുക്കണം. എംഡി വന്നു. ഹലോ സർ. കുറച്ച് നാളെ നിനക്ക് ട്രീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇപ്പഴാണ് നടന്നത്. അതിനൊരു കാരണമുണ്ടെന്ന് വിചാരിച്ചോളൂ. എന്ത് പാവല്ലേ. അയ്യോ, ഓഫർ ലെറ്റർ. സാർ, ഈ ചെലവ് ചെയ്യാൻ മാത്രമുള്ള റീസൺ എന്താണെന്ന് മനസ്സിലായില്ല. ആക്ച്വലി നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ്. പിന്നെ കുറച്ച് കമ്പനിക്ക് വേണ്ടിയാന്ന് പറയാം. അത് കുറച്ച്. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ആസ് എൻ എംപ്ലോയി നമുക്കൊരു ഗ്രോത്ത് വേണം. പിന്നെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഗ്രോത്ത്. അപ്പോൾ ഞാൻ എന്താണ് പറയാൻ വന്നതെന്ന് വെച്ചാൽ ഐ എം ലീവിംഗ് ദ കമ്പനി ആൻഡ് ജോയിനിങ് ആസ് എ CEO ഓഫ് another company. Wow, that's great, sir. Congrats. ഇതിപ്പോ ഇയാളെ മോശത്തേക്ക് നമുക്ക് നമ്മുടെ അരിയാളോട് പറഞ്ഞാലോ. അയ്യോ, സാറ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാവൂലോ സാർ. എന്റെ ജിൻഡോ, തനിക്ക് അഭിനയിക്കാൻ അറിയില്ലടോ. തന്റെ മുഖം കണ്ടാലറിയാൻ താൻ സന്തോഷത്തോടുകൂടിയാ പറയണത്. അങ്ങനെയൊന്നുമില്ല സാർ. സർ, യാ, സർ ഏത് കമ്പനിയിലേക്കാ പോണ്? അഡ്വർടൈസിംഗ് ഫേമാണ്. They are into digital marketing and branding. Wow. Impactus. ഏ? Impactus. അല്ല സർ, അപ്പോൾ അവിടെ നിന്നല്ലേ ഇപ്പൊ നമുക്ക് ഓഫർ ലെറ്റർ വന്നത്. അതിന്റെ പ്രൊസീജിയർ ഇതിപ്പോ മറ്റേ ജനാർദ്ദൻ പറഞ്ഞ വരാൻ. സർ, അത് ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് മാത്രമാണോ അത്? യാ. അഭിമോനെ എന്താ ഏട്ടാ ന്യൂസ് വന്നാ? എൻജോയ്. അമ്മേ, ഈശ്വര ഭവനത്ത് എനിക്ക് നല്ലത്. ആ ഹായ്. എന്താ പറ്റി? ഒന്നുമില്ല. ഫോണിലെന്താ? ഒന്നുമില്ല. എന്താടോ, എന്താ പോകുമല്ലായിരിക്കുന്നേ? എടാ, എൻ്റെ ഭാഗത്ത് പറ്റിയൊരു തെറ്റാണ്. ഞാൻ വിചാരിച്ചില്ല അയാൾ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുമെന്ന്. കാര്യം പറ. ഇന്ന് രാവിലെ ഒരാൾ വന്നില്ലേ ഇന്റർവ്യൂ എടുക്കാനായിട്ട്? ആ, അയാൾ കുറച്ച് ഓക്കോർഡായിട്ടാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. ആണോ? എന്താ എഴുതിയേക്കുന്നേ? താനും ജീവനും തമ്മിൽ എന്തോ റിലേഷൻ എന്നൊക്കെ. ഓ, പ്രേമമായിരിക്കും അല്ലേ? അതെ. എന്റെ പൊന്നവിനാശേ, ഇതൊക്കെ ഇൻഡസ്ട്രി പറഞ്ഞിട്ടുള്ളതാ. ഇതാലോചിച്ച് ടെൻഷൻ അടിക്കാൻ നിന്നാലേ ഇതിനേ സമയം ഉണ്ടാവുള്ളൂ. ഓ, അപ്പൊ താൻ തന്റെ ജോലി നോക്ക്. പിന്നെ സാറേ, സത്യമായിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എടാ അവിനാശേ, അതിന് ഞാൻ നിന്നോട് വല്ലതും പറഞ്ഞു. എടാ, നമ്മളിപ്പോൾ ഒന്നും മിണ്ടിയില്ലെങ്കിലും അയാൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എഴുതും അല്ലേ? നീ വന്നേ. എടാ, ഇതൊക്കെ ചുളിവിൽ 10 പൈസ പോലും മുടക്കാതെ കിട്ടുന്ന പബ്ലിസിറ്റിയാണ് അല്ലേ? അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലും മിണ്ടാനും വേണ്ട, ഒന്നും പറയാനും പോകണ്ട, ഒന്നും അറിഞ്ഞേ ഭാവിക്കണ്ട. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദി ഗെയിം. നീ വന്നേ. എടാ അവിനാശേ.